അയോൺ E301 പവർ ജനറേഷൻ ട്രാൻസ്മിഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൊഡ്യൂൾ 2-ലെ ലെക്ചർ സീരീസ് സെക്കൻഡ് ലെക്ചർ സീരീസിന്റെ തേർഡ് പാർട്ട്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ലെക്ചർ സീരീസിന്റെ തേർഡ് പാർട്ടാണ് ഇനി എന്ത് ചെയ്യാൻ പോണത്, നമ്മൾ ഇതിൽ ചെയ്യാൻ പോണത്. അതെന്താ വരുന്നത് വെച്ചാൽ കൺസെപ്റ്റ് ഓഫ് സെൽഫ് GMD, മ്യൂച്വൽ GMD, അതേപോലെ ഇൻഡക്റ്റൻസ് ഫോർമുല ഇൻ ടേംസ് ഓഫ് GMD. കൺസെപ്റ്റ് ഓഫ് സെൽഫ് GMD ആൻഡ് മ്യൂച്വൽ GMD ഇത് നമ്മുടെ ലെക്ചർ സീരീസ് നമ്മൾ പറഞ്ഞില്ലേ, ആ സെക്കൻഡിൻ്റെ തേർഡ് പാർട്ടാണ് കേട്ടോ. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു, സെക്കൻഡ് പാർട്ട് കഴിഞ്ഞു. ദിസ് ഈസ് ദ തേർഡ് പാർട്ട് ഓഫ് ദ സെക്കൻഡ് ലെക്ചർ സീരീസ് ഓഫ് ദ മൊഡ്യൂൾ 2. ഓക്കെ, എന്താണ് GMD പറഞ്ഞാൽ? GMD എന്ന് പറഞ്ഞാൽ ജോമെട്രിക്കൽ മീൻ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് സെൽഫ് GMD പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സെൽഫ് ജിയോമെട്രിക്കൽ മീൻ ഡിസ്റ്റൻസ്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് D(S). അപ്പോൾ DS എന്ന് പറയാം. മ്യൂച്വൽ GMD പറഞ്ഞാൽ മ്യൂച്വൽ ജിയോമെട്രിക്കൽ മീൻ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് D(M) അല്ലെങ്കിൽ DM. ഇനി ഇതിൻ്റെ യൂസ് എന്താണ്? ഈ സെൽഫ് GMDയുടെയും ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ ഇറ്റ് സിംപ്ലിഫൈസ് ദ ഇൻഡക്റ്റൻസ് കാൽക്കുലേഷൻസ്. ഓക്കെ, പർട്ടിക്കുലർലി ഫോർ മൾട്ടി കണ്ടക്ടർ അറേഞ്ച്മെൻറ്റ്സ്. കണ്ടക്ടർ അറേഞ്ച്മെൻറ്റ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ഈ GMD യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ ഇൻഡക്റ്റൻസ് കാൽക്കുലേഷൻസ് വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് വൺ സെൽഫ് GMD ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കിതിൻ്റെ കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, സെൽഫ് GMDയുടെ കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ചാൽ വി ആർ കൺസിഡറിങ് ദ എക്സ്പ്രഷൻ ഫോർ ഇൻഡക്റ്റൻസ് പെർ കണ്ടക്ടർ പെർ മീറ്റർ. അതായത് നമ്മൾ അപ്ലൈ ചെയ്ത് വെച്ചാൽ ഇൻഡക്റ്റൻസ് ഓഫ് എ സിംഗിൾ ഫേസ് 2 വയർ ലൈൻ കണ്ടുപിടിച്ചില്ലേ, ഇക്വേഷൻ നമ്പർ 1, അത് നമ്മളിവിടെ എഴുതുകയാണ്. അപ്പോൾ എന്താണ്? വി നോ ദാറ്റ് ഇൻഡക്റ്റൻസ് പെർ കണ്ടക്ടർ പെർ മീറ്റർ ഈസ് നത്തിങ് ബട്ട് 2 × 10⁻⁻7 into 1/4 plus log d/r to the base e. ഓക്കെ, ഇതാണ് ആ ഇക്വേഷൻ. അപ്പോൾ ഇതിനെ ഞാൻ എന്ത് ചെയ്യാം, ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. സോ ഇറ്റ് വിൽ ബി 2 × 10⁻7 into 1/4 plus 2 × 10⁻7 log d/r to the base e. ഇതിനെ ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ ആക്കിയിട്ട് എടുക്കുന്നു. ഓക്കെ, സെൽഫ് GMD. ഫസ്റ്റ് വൺ സെൽഫ് GMD. വി നോ ദാറ്റ് ദ ഇൻഡക്റ്റൻസ് പെർ കണ്ടക്ടർ പെർ മീറ്റർ. അതായത് നമ്മളിത് ഏതിനെ ചെയ്ത് വെച്ചാൽ നമ്മൾ ഇൻഡക്റ്റൻസ് ഓഫ് എ സിംഗിൾ ഫേസ് 2 വയർ ലൈൻ ചെയ്തില്ലേ, അതിലത്തെ ഫസ്റ്റ് ഇക്വേഷൻ 1 പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇതെടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ മുന്നത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ കിട്ടാം. അതിൽ ഇൻഡക്റ്റൻസ് പെർ കണ്ടക്ടർ പെർ മീറ്റർ എന്ന് പറഞ്ഞാൽ 2 × 10⁻7 into 1/4 log d/r to the base e എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, അല്ല എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ എന്താണ് 2 × 10⁻7 into 1/4 plus 2 × 10⁻7 log d/r to the base e. ഇത് ഇക്വേഷൻ 1 ആക്കിയിട്ട് വെക്കുക. ഓക്കെ, ഇവിടെ ഈ 2 × 10⁻7 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ 2 × 10⁻7 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻഡക്റ്റൻസ് ഡ്യൂ ടു ഫ്ലക്സ് വിത്ത് ദ സോളിഡ് കണ്ടക്ടർ. ഓക്കെ, ഈ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡക്റ്റൻസ് ഡ്യൂ ടു സോളിഡ് കണ്ടക്ടർ കാരണം കൊണ്ടാണ് ഇത്. അപ്പോൾ ഈ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണെന്ന് വെച്ചാൽ ദിസ് ടേം 2 × 10⁻7 into 1/4 ശരിക്കും എന്താ കാണിക്കുന്നത്? ഇറ്റ് ഈസ് ദ ഇൻഡക്റ്റൻസ് ഡ്യൂ ടു ഫ്ലക്സ് വിത്ത് ദ സോളിഡ് കണ്ടക്ടർ. സോ ഫോർ മെനി പർപ്പസസ് it is desirable to eliminate this term by the introduction of a concept called self-GMD or GMR. അപ്പോൾ ഈ ടേമിനെ ഒരു സെൽഫ് GMD അല്ലെങ്കിൽ GMR എന്നുള്ള ടേം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെനി പർപ്പസസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. സോ if we replace the original solid conductor by an equivalent hollow cylindrical with extremely thin walls, current is confined to the conductor surface and internal conductor flux linkage would be almost zero. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് റീപ്ലേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒറിജിനൽ സോളിഡ് കണ്ടക്ടർ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ബൈ ആൻ ഈക്വലൻ്റ് ഹോളോ സിലിണ്ട്രിക്കൽ. അപ്പോൾ ഈക്വലൻ്റ് ഹോളോ സിലിണ്ട്രിക്കൽ വിത്ത് എക്സ്ട്രീംലി തിൻ വാൾസ്.
അത് ശ്രദ്ധിക്കണം, തിൻ വാൾസ്. അപ്പോൾ അതെന്താ വെച്ചാൽ കറണ്ട് ഈസ് കൺഫൈൻഡ് ടു ദ കണ്ടക്ടർ സർഫേസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറണ്ട് എന്തായും കണ്ടക്ടർ സർഫേസിലോട്ട് കൺഫൈൻ ചെയ്യും. ആൻഡ് ഇന്റേണൽ കണ്ടക്ടർ ഫ്ലക്സ് ലിങ്കേജ് വുഡ് ബി ഓൾമോസ്റ്റ് സീറോ. അപ്പോൾ ഇന്റേണൽ കണ്ടക്ടർ ഫ്ലക്സ് ലിങ്കേജ് എന്തായാലും സീറോ. അപ്പോൾ നമ്മൾ ഈ GMRന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു സോളിഡ് കണ്ടക്ടറിനെ റീപ്ലേസ് ചെയ്യുന്നു. അത് എന്തുമായിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്? ആൻ ഈക്വലന്റ് ഹോളോ സിലിണ്ട്രിക്കൽ, ഒരു സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള ഒരു കണ്ടക്ടർ. അതിൻ്റെ വാൾസ് എന്താണ്? എക്സ്ട്രീംലി തിൻ വാൾസ് ആയിരിക്കും. അപ്പോൾ എന്താണ് ഗുണം വെച്ചാൽ കറണ്ട് ഈസ് കൺഫൈൻഡ് ടു ദ കണ്ടക്ടർ സർഫേസ്. അപ്പോൾ കറണ്ട് എന്താണ് കണ്ടക്ടർ സർഫേസിലോട്ടാണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക? കൺഫൈൻ ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇന്റേണൽ കണ്ടക്ടർ ഫ്ലക്സ് ലിങ്കേജ് വുഡ് ബി ഓൾമോസ്റ്റ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. ദെർഫോർ ഇൻഡക്റ്റൻസ് ഡ്യൂ ടു ഇന്റേണൽ ഫ്ലക്സ് എന്തായിരിക്കും? സീറോ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ബി എലിമിനേറ്റ് ദിസ് 2 × 10⁻⁷ × 1/4. ഓക്കെ, ഇനി ദ റേഡിയസ് ഓഫ് ദ ഈക്വലന്റ് ഹോളോ സിലിണ്ടർ must be sufficiently smaller than the physical radius of the conductor. അപ്പോൾ നമ്മളിപ്പോൾ ഇനി റേഡിയസ് ഓഫ് ദ ഈക്വലന്റ് ഹോളോ സിലിണ്ടർ എങ്ങനെ ആയിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. ഇറ്റ് മസ്റ്റ് ബി ഫിസിക്കലി സ്മോളർ അല്ലെങ്കിൽ സഫീഷ്യൻ്റ്ലി സ്മോളർ ദാൻ ഫിസിക്കൽ റേഡിയസ് ഓഫ് ദ കണ്ടക്ടർ. എന്തിനാണ്? ഇൻ ഓർഡർ ടു അലൗ റൂം ഫോർ ഇനഫ് അഡീഷണൽ ഫ്ലക്സ് ടു കോമ്പൻസേറ്റ് ഫോർ ദ ആബ്സെൻസ് ഓഫ് ഇന്റേണൽ ഫ്ലക്സ് ലിങ്കേജ്. ഈ ഇന്റേണൽ ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടല്ലോ, അതിൻ്റെ ആബ്സെൻസിന് അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എന്താവണം? അതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കണം? ഇത് റേഡിയസ് ഓഫ് ദി ഈക്വലന്റ് ഹോളോ സിലിണ്ടർ മസ്റ്റ് ബി സഫീഷ്യൻ്റ്ലി സ്മോളർ. അപ്പോൾ അത് നല്ല സ്മോൾ ആയിരിക്കണം. ഓക്കെ, so it can be proved mathematically for a solid round conductor of radius self-GMD or GMR എന്നതാണ് 0.7788 r. അതുകൊണ്ട് പഠിച്ചു വെച്ചാൽ മതി. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? ഇതുവരെ പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മൾ ആ 2 × 10⁻⁷ × 1/4 എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ, അത് ഇൻഡക്റ്റൻസ് ഡ്യൂ ടു ഫ്ലക്സ് വിത്തിൻ ദ സോളിഡ് കണ്ടക്ടറാണ്. അപ്പോൾ മെനി പർപ്പസസിൽ നമുക്ക് അത് എലിമിനേറ്റ് ചെയ്യാം. എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ബൈ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് എ കൺസെപ്റ്റ് കോൾഡ് SELF-GMD ഓർ GMR. ഒരു SELF-GMD അല്ലെങ്കിൽ GMR എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അത് എന്ത് ചെയ്യാണ്? എലിമിനേറ്റ് ചെയ്യാണ്. ഇനി നമ്മൾ പറയുകയാണ്, ഇഫ് യു റീപ്ലേസ് ദ ഒറിജിനൽ സോളിഡ് കണ്ടക്ടർ, നമ്മൾ ഒറിജിനൽ സോളിഡ് കണ്ടക്ടർ ഒരു ഈക്വലന്റ് ഹോളോ സിലിണ്ട്രിക്കൽ വിത്ത് നമ്മൾ പറഞ്ഞു എക്സ്ട്രീംലി എന്തായിരിക്കണം? തിൻ വാൾസ്. ദ കറന്റ് ഈസ് കൺഫൈൻഡ് ടു ദ കണ്ടക്ടർ സർഫേസ്. അപ്പോൾ എന്താണ്? കറന്റ് കണ്ടക്ടർ സർഫേസിലോട്ട് കൺഫൈൻ ചെയ്യും. അപ്പോൾ എന്താണ് അവിടുത്തെ ഗുണം? ഇന്റേണൽ കണ്ടക്ടർ ഫ്ലക്സ് ലിങ്കേജ് വുഡ് ബി ഓൾമോസ്റ്റ് സീറോ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഒന്നുകൂടി പറഞ്ഞതാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദ ഇൻഡക്റ്റൻസ് ഡ്യൂ ടു ഇന്റേണൽ ഫ്ലക്സ് വുഡ് ബി സീറോ ആൻഡ് വി ക്യാൻ എലിമിനേറ്റ് ദ ടേം 2 × 10⁻⁷ × 1/4. അപ്പോൾ അങ്ങനെ എലിമിനേറ്റ് ചെയ്യുമ്പോൾ റേഡിയസിന് ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. റേഡിയസ് ഓഫ് ദ equivalent hollow conductor എന്തായിരിക്കണം? The radius of the equivalent hollow conductor must be sufficiently smaller than physical radius of the conductor. അപ്പോൾ physical radius of the conductorനെക്കാട്ടി എന്തായിരിക്കണം? sufficiently smaller ആയിരിക്കണം. അതെന്തിനാണ്? in order to allow room for enough additional flux to compensate for the absence of internal flux linkage. അപ്പോൾ internal flux linkageന്റെ ആബ്സെൻസിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Okay, so we can say that it can be proved mathematically for a solid round conductor of radius r, self-GMD or GMR is 0.788 r. അപ്പോൾ using this self-GMD നമ്മൾ നേരത്തെ എഴുതിയ equation 1 becomes എന്തായിരിക്കും? Inductance per conductor per meter is equal to 2 × 10⁻⁷ log to the base e d/ds, where ds is the GMR or self-GMD, or it is equal to 0.788 × r. അപ്പോൾ നമ്മളുടെ SELF-GMD വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഡക്റ്റൻസ് പെർ കണ്ടക്ടർ പെർ മീറ്റർ, അതായത് സെൽഫിൽ ഉള്ളത് പറയാൻ പറ്റും. ഇനി മ്യൂച്വലിൻ്റെ വേറെ. ഓക്കെ, ഇനി ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വി ഹാവ് ഒമിറ്റഡ് ദ ഇന്റേണൽ ഫ്ലക്സ് ടേം വൈൽ കോമ്പൻസേറ്റിംഗ് ഫോർ ഇറ്റ് ബൈ യൂസിങ് ആൻ അഡ്ജസ്റ്റഡ് വാല്യൂ ഫോർ ദ റേഡിയസ് ഓഫ് ദ കണ്ടക്ടർ സംടൈംസ് കോൾഡ് GMR ഈസ് ഡിനോട്ടഡ് ബൈ r ഡാഷ്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചാണ്. അപ്പോൾ നമ്മളിവിടെ എന്താ വെച്ചാൽ ഇന്റേണൽ ഫ്ലക്സ് ടേം നമ്മൾ ഒഴിവാക്കുന്നതിന് ബദലായിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്തു? ഒരു r ഡാഷ് കൊണ്ടുവന്നു. അതാണ് ഈ എന്ത് സാധനം 0.7788 r എന്ന് പറഞ്ഞു. Also note that the self-GMD of a conductor depends upon the size and shape of the conductor and is independent of the spacing between the conductor. ഒറ്റ കാര്യം ഇവിടെ ശ്രദ്ധിക്കാനുള്ളൂ. ഇവിടെ SELF-GMD അല്ലെങ്കിൽ GMR ഒരു കണ്ടക്ടറിൻ്റെ ഡിപ്പെൻഡ് ചെയ്യണത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഓൺലി അപ്പോൺ ദ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദ കണ്ടക്ടർ ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ സ്പേസസ് ബിറ്റ്വീൻ അല്ലെങ്കിൽ സ്പേസിങ് ബിറ്റ്വീൻ ദ കണ്ടക്ടേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് മ്യൂച്വൽ GMD.
മ്യൂച്വൽ GMD എന്താണ്? ഇറ്റ് ഈസ് എ ജോമെട്രിക്കൽ മീൻ ഓഫ് ദ ഡിസ്റ്റൻസസ് ഫ്രം വൺ കണ്ടക്ടർ ടു ദ അതർ. നേരത്തെ സെൽഫ് ആയിരുന്നു. ഓക്കെ, ഇവിടെ എന്താണ്? ഒരു കണ്ടക്ടറിൽ നിന്ന് മറ്റേ കണ്ടക്ടറിലേക്കുള്ള ജോമെട്രിക്കൽ മീൻ ഓഫ് ദ ഡിസ്റ്റൻസ്. അത് ലാർജ് ആവാം, കുറയാം, കൂടാം. ഓക്കെ, മ്യൂച്വൽ GMD സിംപ്ലി റെപ്രസെൻറ്റ്സ് ദ ഇക്വലന്റ് ജോമെട്രിക്കൽ സ്പേസിംഗ്. അപ്പോൾ മ്യൂച്വൽ GMD സിംപ്ലി നമുക്ക് എന്താ പറയാം? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ഈക്വലന്റ് ജോമെട്രിക്കൽ സ്പേസിംഗ്. ഇനി നമ്മൾ ഒരു 3 കേസ് പറയണം. അതിൽ ഫസ്റ്റ് കേസ്, ഇഫ് മ്യൂച്വൽ GMD ബിറ്റ്വീൻ 2 കണ്ടക്ടേഴ്സ് ഈസ് ഈക്വൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദെയർ സെൻറ്റേഴ്സ്. അതായത് മ്യൂച്വൽ GMD ബിറ്റ്വീൻ 2 കണ്ടക്ടേഴ്സ് പറഞ്ഞാൽ എന്താണ്? അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദെയർ സെൻറ്റേഴ്സാണ്, ഓരോ കണ്ടക്ടേഴ്സിൻ്റെ സെൻറ്ററാണ്. പക്ഷേ അതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, അസ്യൂമിങ് ദാറ്റ് സ്പേസിംഗ് ബിറ്റ്വീൻ ദ കണ്ടക്ടേഴ്സ് ഈസ് ലാർജ് കമ്പയർഡ് ടു ദ ഡയമീറ്റർ ഓഫ് ഈച്ച് കണ്ടക്ടർ. ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം വരയ്ക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇതാ ഇങ്ങനെ 2 കണ്ടക്ടർ വരച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കാണുന്ന സ്പേസിംഗ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ ഡയമീറ്ററിനെക്കാട്ടിയും എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. അതാണ് പറയുന്നത്. ഓക്കെ, മ്യൂച്വൽ GMD ബിറ്റ്വീൻ 2 കണ്ടക്ടേഴ്സ് അസ്യൂമിങ് ദാറ്റ് സ്പേസിംഗ് ബിറ്റ്വീൻ ദ കണ്ടക്ടേഴ്സ് ഈസ് ലാർജ് കമ്പയർഡ് ടു ദ ഡയമീറ്റർ ഓഫ് ഈച്ച് കണ്ടക്ടർ ഈസ് ഈക്വൽ ടു ദ ഡിസ്റ്റൻസ് ഫ്രം, എവിടുന്നാണ്? ഡിസ്റ്റൻസ് ഫ്രം ദെയർ സെൻറ്റേഴ്സ്. Therefore, we can say that is DM, that is spacing between conductors is D. അതാണ് ഒരു കേസ്. അപ്പോൾ ഫസ്റ്റ് കേസ് നമ്മൾ പറഞ്ഞു മ്യൂച്വൽ GMD ബിറ്റ്വീൻ 2 കണ്ടക്ടേഴ്സ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദെയർ സെൻറ്റേഴ്സ്. അപ്പോൾ ഒരു കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, സ്പേസിങ് ബിറ്റ്വീൻ ദ കണ്ടക്ടേഴ്സ് എന്തായിരിക്കണം? ആ കണ്ടക്ടറിൻ്റെ ഡയമീറ്ററിനെക്കാട്ടിയും കൂടുതലായിരിക്കണം. മാത്രമല്ല ഈ ഡിസ്റ്റൻസ് പറഞ്ഞാൽ എന്താണ്? സെൻറ്റേഴ്സ് എന്നാണ്. അപ്പോൾ DM ഇത് നമ്മൾ പറഞ്ഞു. ഇനി ഫോർ എ സിംഗിൾ സർക്യൂട്ട് 3 ഫേസ് ലൈനാണ് വിചാരിക്കുക. ഒരു സിംഗിൾ സർക്യൂട്ട് 3 ഫേസ് ലൈൻ ആണെങ്കിൽ മ്യൂച്വൽ GMD ഈസ് ഈക്വൽ ടു ഈക്വലന്റ് ഇക്വലേറ്ററൽ സ്പേസിംഗ് ആണ്. ഈക്വലന്റ് ഇക്വലേറ്ററൽ സ്പേസിംഗ്, ദാറ്റ് ഈസ് 3 എണ്ണാകുമ്പോൾ അവിടെ ഡിസ്റ്റൻസ് ഉണ്ടാവുക D1, D2, D3 ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വലന്റ് ഇക്വലേറ്ററൽ സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ DM ഈസ് ഈക്വൽ എന്തായിരിക്കും? D1, D2, D3 ഹോൾ റേസ് ടു 1/3 ആയിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? തേർഡ് പോയിന്റ് പറയണം. ദ പ്രിൻസിപ്പിൾ ഓഫ് GMD ക്യാൻ ബി മോസ്റ്റ് പ്രൊഫിറ്റബിളി എംപ്ലോയിഡ് ടു 3 ഫേസ് ഡബിൾ സർക്യൂട്ട് ലൈൻ. ഇത് ഏറ്റവും നമുക്ക് ഈ GMD ഏറ്റവും അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതിനാണ് നമ്മളുടെ 3 ഫേസ് സർക്യൂട്ട് ലൈനാണ്. അപ്പോൾ അവിടെ സെൽഫ് GMDയും മ്യൂച്വൽ GMDയും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയെന്ന് പറയാം. സപ്പോസ് റേഡിയസ് ഓഫ് ഈച്ച് കണ്ടക്ടർ, ഓരോ കണ്ടക്ടറിൻ്റെ റേഡിയസ് നമ്മൾ 6 ആണെന്ന് നമ്മൾ എന്ത് ചെയ്തു? അസ്യൂം ചെയ്തു. സോ സെൽഫ് GMD ഓഫ് എ കണ്ടക്ടർ എന്താണ്? 0.7788 ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് സെൽഫ് GMD ഓഫ് കോമ്പിനേഷൻ സെൽഫ് GMD ഓഫ് കോമ്പിനേഷൻ A ഡാഷ്, അതുപോലെ B ഡാഷ്, C ഡാഷ്, ഇത്രയും കാര്യങ്ങളുടെ ആദ്യം സെൽഫ് GMD കാണും. പിന്നെ എന്താണ്? മ്യൂച്വൽ GMD ഓഫ് B ഡാഷ്, അങ്ങനെയായിട്ട് ബാക്കിയുള്ള കാണും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്? സെൽഫ് GMD ഓഫ് A ഡാഷ് കാണാൻ പോവാണ്. സോ എന്താണ്? സെൽഫ് GMD ഓഫ് കോമ്പിനേഷൻ A ഡാഷ് ഈസ്, അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? നേരത്തെ DS അല്ലേ, അതിന് DS1 ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഡിനോട്ട് ചെയ്തു. 1 സെക്കൻഡ്, DS1 ആക്കിയിട്ട്. സോ ഇറ്റ് ഈസ് എന്താണ്? ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ A ആൻഡ് A ഇൻറ്റു A ഡാഷ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാം സെൽഫ് GMD ഓഫ് ദ കണ്ടക്ടർ DAA അല്ലെങ്കിൽ DAA ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് GMD ഓഫ് ദ കണ്ടക്ടറാണ്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് പറയാം. ഇറ്റ് ഈസ് ആദ്യം എഴുതാം നമുക്ക് DAA ഇൻറ്റു DAA ഡാഷ് ഇൻറ്റു DA ഡാഷ് A ഡാഷ് ഇൻറ്റു DA ഡാഷ് A ഇൻറ്റു ഹോൾ റേസ് ടു 1/4, where what is DAA or DA dash A dash? It is എന്താണ്? സെൽഫ് GMD ഓഫ് ദി എന്താണ്? കണ്ടക്ടർ. ഓക്കെ, സോ ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ്? DAA dash അല്ലെങ്കിൽ DA dash. വാട്ട് ഈസ് ദാറ്റ്? ദാറ്റ് ഈസ് DAA dash ഈസ് നത്തിങ് ബട്ട് എന്താണ്? distance between A and A dash.
അതേപോലെ നമ്മൾ എന്താണ് സെൽഫ് ജി എം ഡി ഓഫ് കോമ്പിനേഷൻ ഓഫ് ബി ബി ഡാഷും കാണും, അതേപോലെ ഏത് കാണും, സി സി ഡാഷും കാണും. അപ്പോൾ ഈക്വലിന് സെൽഫ് ജി എം ഡി പറഞ്ഞാൽ എന്തായിരിക്കും, ഈ ഡി എസ് വണ്ണും ഡി എസ് ടുവും ഡി എസ് ത്രീയും മൾട്ടിപ്ലൈ ചെയ്യണമായിരിക്കും. സോ നെക്സ്റ്റ് വി നീഡ് ടു ഫൈൻഡ് ഔട്ട് സെൽഫ് ജി എം ഡി ഓഫ് കോമ്പിനേഷൻ ഓഫ് എന്താണ് ബി ബി ഡാഷ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡി എസ് ടു ഈസ് ഈക്വൽ ടു എന്താണ് ഡി ബി ബി ഇൻറ്റു ഡി ബി ബി ഡാഷ് ഇൻറ്റു ഡി ബി ഡാഷ് ബി ഡാഷ് ഇൻറ്റു ഡി ബി ഡാഷ് ബി ഓൾ റേസ് ടു 1/4. സിമിലർലി നമുക്ക് എന്ത് കാണണം, സെൽഫ് ജി എം ഡി ഓഫ് കോമ്പിനേഷൻ സി സി ഡാഷ് കാണണം. സെൽഫ് ജി എം ഡി ഓഫ് combination of C C dash, it is nothing but DS3 or it is equal to DCC into DC dash into DC dash C dash into DC dash C whole raised to 1/4. അപ്പോൾ ഡി സി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് സെൽഫ് ജി എം ഡി ഓഫ് ദ കണ്ടക്ടറാണ്. നേരെ മറിച്ച് ഡി സി സി ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സി ആൻഡ് സി ഡാഷ്. ദെർഫോർ ഈക്വലന്റ് സെൽഫ് ജി എം ഡി ഓഫ് വൺ ഫേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സെൽഫ് ജി എം ഡി ഓഫ് വൺ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഡി എസ് ഈസ് ഈക്വൽ ടു ഡി എസ് വൺ ഇൻറ്റു ഡി എസ് ടു ഇൻറ്റു ഡി എസ് ത്രീ ഹോൾ റേസ് ടു 1/3. കാരണം വൺ ഫേസേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊരു കാര്യം ശ്രദ്ധിക്കണം, എന്താ വെച്ചാൽ ദ വാല്യൂ ഓഫ് ഡി എസ്, നമ്മളിപ്പോൾ വാല്യൂ ഓഫ് ഡി എസ് ഫോർ വൺ ഫേസ് ആണ് കണ്ടത്, ബട്ട് ഇറ്റ് ഈസ് സെയിം എന്താണ് ഫോർ ഓൾ ദ ഫേസസ് വൈ ഫോർ ഓൾ ദ ഫേസസ്. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്തു, ഈക്വലൻ സെൽഫ് ജി എം ഡി ഓഫ് വൺ ഫേസ് എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ദ വാല്യൂ ഓഫ് ഡി എസ് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് സെയിം ഫോർ ഓൾ ഫേസസ്. എന്താ കാരണം എന്താണ്, ഈച്ച് കണ്ടക്ടർ ഹാസ് എന്താണ് എന്താണ് സെയിം റേഡിയസ്. സെയിം റേഡിയസ് ആണെങ്കിൽ ഇത് സെയിം ആവില്ല, സെയിം റേഡിയസ് ആണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ കണ്ടക്ടറും സെയിം റേഡിയസ് ആകുമ്പോൾ ഈ ഈക്വലൻറ്റ് സെൽഫ് ജി എം ഡി ഓഫ് ഓരോ ഫേസും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇനി നമ്മൾ മ്യൂച്വൽ ജി എം ഡി ബിറ്റ്വീൻ ഫേസ് എ ആൻഡ് ബി, ഇതൊക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പറയുന്നത് കേട്ടോ. മ്യൂച്വൽ ജി എം ഡി ബിറ്റ്വീൻ ഫേസസ് എ ആൻഡ് ബി ഈസ് എന്താണ്, അതിന് നമ്മൾ ഡി എ ബി ഈസ് ഈക്വൽ ടു നേരത്തെ പോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല, ഡി എ ബി ഇൻറ്റു ഡി എ ബി ഡാഷ് ഇൻറ്റു ഡി എ ഡാഷ് ബി ഇൻറ്റു ഡി എ ഡാഷ് ബി ഡാഷ് റേസ് ടു 1/4. അതേപോലെ മ്യൂച്വൽ ജി എം ഡി ബിറ്റ്വീൻ മ്യൂച്വൽ ജി എം ഡി ബിറ്റ്വീൻ ഫേസസ് ഏതൊക്കെയാണ്, ബി ആൻഡ് സി, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡി ബി സി ഈസ് ഈക്വൽ ടു ഡി ബി സി ഇൻറ്റു ഡി ബി സി ഡാഷ് ഇൻറ്റു ഡി ബി ഡാഷ് സി ഇൻറ്റു ഡി ബി ഡാഷ് സി ഡാഷ് റേസ് ടു 1/4. അതുപോലെ മ്യൂച്വൽ ജി എം ഡി ബിറ്റ്വീൻ ഫേസസ് എന്താണ്, മ്യൂച്വൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫേസസ് സി ആൻഡ് എ, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡി സി എ ഈസ് ഈക്വൽ ടു എന്താണ്, ഡി ഇൻറ്റു സി എ ഇൻറ്റു ഡി ഇൻറ്റു സി എ ഡാഷ് ഇൻറ്റു ഡി സി ഡാഷ് എ ഇൻറ്റു ഡി സി ഡാഷ് എ ഡാഷ് ഹോൾ റേസ് ടു 1/4. ഇനി ടോട്ടൽ ഈക്വലൻ്റ് മ്യൂച്വൽ ജി എം ഡി പറഞ്ഞാൽ എന്തായിരിക്കും, ദെർഫോർ
നേരത്തെ പോലെ ഈക്വലൻ്റ് മ്യൂച്വൽ GMD DM ഈസ് ഈക്വൽ ടു എന്താണ് DAB ഇൻറ്റു DBC ഇൻറ്റു DCA ഹോൾ റേസ് ടു 1/3. അപ്പോൾ ഈ മ്യൂച്വൽ GMDയും സെൽഫ് GMD ഒക്കെ യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ആ വാല്യൂസ് കൺസൈസ് ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ കൺസൈസ് ആയിട്ട് കിട്ടുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ പ്രോബ്ലം ചെയ്യാൻ എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പണികളൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ യു നീഡ് ടു നോട്ട് ദാറ്റ് ദ മ്യൂച്വൽ GMD ഡിപ്പെൻഡ്സ് ഓൺലി അപ്പോൺ ദ സ്പേസിംഗ് ബിറ്റ്വീൻ ദ conductors, but it is independent of exact size, shape and orientation of the conductor. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു, നമ്മളുടെ സെൽഫ് GMD ഡിപ്പെൻഡ് ചെയ്യണത് എന്തിനു വെച്ചിട്ടാണ്, അതിൻ്റെ സൈസും കണ്ടക്ടറും വെച്ചിട്ടാണ് ഡിപ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ GMD ഡിപ്പെൻഡ് ചെയ്യണത് വെറും എന്ത് വെച്ചിട്ടാണ്, ഡിസ്റ്റൻസ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ലാസ്റ്റ് നമ്മൾ ഇനി ഇൻഡക്റ്റൻസ് ഫോർമുലാസ് ഇൻ ടേംസ് ഓഫ് GMD നമ്മൾ എഴുതി വെക്കാൻ പോകുക. അങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രോബ്ലം വന്നാൽ ഡയറക്റ്റ് ഇക്വേഷൻ ഇട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. സോ ദ ഇൻഡക്റ്റൻസ് ഫോർമുലാസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഏത് GMDയുടെ കേസിൽ ഇതാക്കാം. അപ്പോൾ ഇൻ ടേംസ് ഓഫ് GMDയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഇൻഡക്റ്റൻസ് ഫോർമുല ഇൻ ടേംസ് ഓഫ് ജോമെട്രിക്കൽ മീൻ ഡിസ്റ്റൻസിൽ, അതായത് നമ്മൾ ഇൻഡക്റ്റൻസ് ഫോർമുല എന്ത് ചെയ്യാൻ വേണം, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണം. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ് നമ്മൾ ചെയ്തത്, ഫസ്റ്റ് ഏതാണോ, സിംഗിൾ ഫേസ് 2 വയർ ലൈൻ ആയിരുന്നു അല്ലേ, ദാറ്റ് ഈസ് സിംഗിൾ ഫേസ് ലൈൻ. അവിടെ എന്തായിരുന്നു, ഇൻഡക്റ്റൻസ് പെർ കണ്ടക്ടർ പെർ മീറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അവിടെ, 2 × 10⁻⁻7 into log dm/ds to the base e, where ds is equal to എന്താണ് 0.7788 r. dm എന്താണ്, dm is nothing but spacing between എന്താണ് conductors D. അപ്പോൾ സിംഗിൾ ഫേസ് ലൈനിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇൻഡക്റ്റൻസ് പെർ കണ്ടക്ടർ പെർ മീറ്റർ വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന സെൽഫ് ഇൻഡക്റ്റൻസ്, അതായത് സെൽഫ് GMDയും അതേപോലെ മ്യൂച്വൽ GMD എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഒറ്റ ഇക്വേഷനിൽ കിട്ടുകൊടുത്താൽ മതി. അതായത് കാരണം 2 × 10⁻⁷ log dm/ds to the base e, വേർ ds നമുക്കറിയാം, റേഡിയസ് അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, 0.7788 × r ചെയ്താൽ മതി. ഈ ഡിസ്റ്റൻസും അതായത് സ്പേസിങ് ബിറ്റ്വീൻ ദ കണ്ടക്ടേഴ്സും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് സിംഗിൾ ഫേസ് ലൈനിൻ്റെ ഇൻഡക്റ്റൻസ് പെർ കണ്ടക്ടർ പെർ മീറ്റർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്ത എന്താ വെച്ചാൽ സിംഗിൾ സർക്യൂട്ട് 3 ഫേസ് ലൈനിൻ്റെ. നെക്സ്റ്റ് വണ് സിംഗിൾ സർക്യൂട്ട് എന്താണ് 3 ഫേസ് ലൈനിൻ്റെ. അവിടെ ഇൻഡക്റ്റൻസ് പെർ phase per meter is nothing but 2 × 10⁻⁻11 log dm/ds to the base e, where ഇവിടെ ds എന്ന് പറഞ്ഞാൽ എന്താണ്, nothing but 0.7788 r. അതിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ dm എന്ന് പറഞ്ഞാൽ എന്താണ്, 3 ഫേസ് ഉണ്ട്. അപ്പോൾ എന്താണ് d1 d2 d3 ഹോൾ റേസ് ടു 1/3. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഇൻഡക്റ്റൻസ് പെർ ഫേസ് പെർ മീറ്റർ നമ്മൾ ആ നേരത്തെ മ്യൂച്വൽ GMDയിൽ നമ്മൾ എഴുതി വെച്ചിട്ടാണ് നമ്മളിപ്പോൾ എഴുതിയത്. ഓക്കെ, അപ്പോൾ ആ DM ഇതിലോട്ട് അപ്ലൈ ചെയ്ത്, അപ്പോൾ നേരത്തെ കേസ് നിങ്ങളിവിടെ നോക്കി നോക്കിയാൽ ഇവിടെ DM എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് സ്പേസിങ് ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് D ആയിരുന്നു. പക്ഷേ സിംഗിൾ സർക്യൂട്ട് 3 ഫേസ് ലൈൻ ആകുമ്പോഴത്തേന് എന്തായി, 3 ഡിസ്റ്റൻസ് ഉണ്ടാവും, d1 d2 d3 ഹോൾ റേസ് ടു 1/3 എന്ന് പറഞ്ഞിട്ട് DM എഴുതും. ഇനി നമുക്ക് എന്താ എഴുതാനുള്ളത്, ഡബിൾ സർക്യൂട്ട് 3 ഫേസ് ലൈൻ. നമ്മൾ ലാസ്റ്റത്തെ വൺ we need to find out double circuit 3 phase line. അവിടെ എന്താണ്, ഇൻഡക്റ്റൻസ് പെർ ഫേസ് പെർ മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, 2 × 10⁻⁻7 log
എന്താണ് dm/ds. എല്ലാറ്റിനും ഇക്വേഷൻ സെയിം തന്നെ. അതിൽ ഒറ്റ വ്യത്യാസം എന്താ പറയുന്നത്, ഈ dm dsഉം മാറുന്നതാണ് നോക്കേണ്ടത്. ഇവിടെ ds എന്താണ്, വേർ ds is equal to ds1 ds2 ds3 whole raised to 1/3 and dm is equal to dab into dbc into dca whole raised to 1/3. ഇത് ശരിക്കും നമ്മൾ നേരത്തെ ചെയ്ത 3 സെക്ഷനിൽ അത് നമ്മൾ എന്താണ് ആ വാല്യൂസ് നമ്മൾ ഇതിൽക്ക് ഇടുക ചെയ്തു. അതായത് നമ്മൾ നേരത്തെ ഫസ്റ്റ് കേസിൽ നമ്മൾ ഇൻഡക്റ്റൻസ് പെർ കണ്ടക്ടർ പെർ മീറ്ററിൽ നമ്മൾ DS 0.778 R ആണെന്ന് പറഞ്ഞു, DM സ്പേസിങ് ബിറ്റ്വീൻ എന്താണ് DM ആണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ കേസ് സിംഗിൾ സർക്യൂട്ട് 3 ഫേസ് ലൈനിൽ. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ സെക്കൻഡ്, രണ്ടാമത്തെ കേസിൽ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് കേസ് ഫസ്റ്റ് കേസിൽ DM സ്പേസിങ് ബിറ്റ്വീൻ D ആണെന്ന് പറഞ്ഞു അല്ലേ. എന്നിട്ട് ഫോർ എ സിംഗിൾ സർക്യൂട്ട് നമ്മൾ എന്താണ് DM D1 D2 ആ സാധനങ്ങളാണ് ഇപ്പോൾ ഇതിൽക്കൊക്കെ ഇട്ട് കൊടുത്തത്. മനസ്സിലായോ? ഇത്രയും നേരം നമ്മൾ ചെയ്ത സാധനങ്ങൾ വളരെ സിമ്പിളായിട്ട് ഇതിൽക്ക് ഇടുക ചെയ്ത്. ഓക്കെ, അടുത്ത എന്താണ് DS1 ഈ കുറേ വാല്യൂസ് ചെയ്തില്ലേ. അപ്പോൾ ഈ DS1 DS2 DS3 ആണ് ആ DS ആയിട്ട് എടുത്തത്. അപ്പോൾ DS1 × DS2 × DS3 ഇങ്ങനെ എഴുതി. സെൽഫ് GMDയുടെ ഈക്വലൻ്റ്, അതേപോലെ മ്യൂച്വൽ GMDയുടെ ഈക്വൽ ഉണ്ടല്ലോ, അതും നമ്മൾ എഴുതി. മ്യൂച്വൽ DM ഈസ് ഈക്വൽ ടു ആ വാല്യൂസാണ് നമ്മൾ ശരിക്കും എന്ത് ചെയ്ത് ഈ പറയുന്ന നമ്മളുടെ ഡബിൾ സർക്യൂട്ട് 3 ഫേസ് ലൈൻ അടക്കം ഇട്ടുകൊടുത്തത്. ഇത്രയാണ് നമ്മളുടെ ഇൻഡക്റ്റൻസിൻ്റെ നമ്മളുടെ ആവശ്യമുള്ളത്. അപ്പോൾ ഈ വാല്യൂസൊക്കെ ഓർത്തിരുന്നാൽ നമുക്ക് പ്രോബ്ലംസ് വരുമ്പോൾ ചെയ്യാൻ എന്തായിരിക്കും, വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ മാത്രമല്ല ഇതിൻ്റെ നോട്ട് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ സാധനം അതേപോലെ PDF ആക്കിയിട്ട് എനിക്ക് സേവ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അയക്കും. ഓക്കെ, വാട്സപ്പിൽ അയക്കും. പിന്നെ അപ്പോൾ ഇനി അടുത്ത ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കപ്പാസിറ്റൻസിനെ കുറിച്ചിട്ടാണ്. ഇതിൻ്റെ പ്രോബ്ലം ഞാൻ ട്യൂട്ടോറിയലായിട്ട് വേറെ ഇടാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ലെക്ചർ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ വെച്ചിട്ടാണ്. ഓക്കെ.